Hello, welcome to all. It's me, Ramya. Today we are discussing professional business skills. It's a paper for second year BCom students on their third semester. Our topic is important soft skills for the business success. The most successful leader, businessman, professional not only acquired hard skill but also they are mastered soft skills. Skills means the technical skill or education, that is the skill needed to perform a particular job. For example, hard skills can be the ability of a worker to regulate and control machine. The term soft skills means a wide range of skills, that is communication skills, decision making skill, problem solving skill, organization skill, etc. സോഫ്റ്റ് സ്കിൽസ് എപ്പോഴും നമുക്ക് ആവശ്യം ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ബോണ്ടിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വർക്കേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സ്കില്ലാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ജോബ്, മെഷീൻസ് അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ലിനെയാണ് നമ്മൾ ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത്. രണ്ടും ആവശ്യമാണ് ഒരു പ്രൊഫഷണലിന്. ഹാർഡ് സ്കിൽസും ആവശ്യമാണ്, സോഫ്റ്റ് സ്കിൽസും ആവശ്യമാണ്. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ സോഫ്റ്റ് സ്കിൽസ്. The term soft skill is used to indicate all the competence that are not directly connected to a specific task. They are necessary in any position as they mainly refers to the relationship with other people involved in the organization. അതായത് ഹാർഡ് സ്കില്ല് നമുക്ക് എപ്പോഴും ഒരു വർക്കറിന് മെഷീനറീസ് അതുപോലെ തന്നെ ടൂൾസ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള സ്കില്ലിനെയാണ് പറയുക. എന്നാൽ സോഫ്റ്റ് സ്കിൽസ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ, കൊളീഗ്സുമായിട്ടും ഒക്കെ യോജിച്ച് പ്രവർത്തിക്കാനുള്ള നമ്മുടെ സ്കിൽഫുൾനെസ്, അതിനെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ്, ഒബ്സർവേഷൻ, അങ്ങനെയുള്ള പല മെത്തേഡ്സിലൂടെ നമുക്ക് അക്വയർ ചെയ്യേണ്ടതാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽസ് എപ്പോഴും ഹാർഡ് സ്കില്ലിന് കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നതാണ്. അതേസമയം തന്നെ സോഫ്റ്റ് സ്കില്ല് വെരി ഇമ്പോർട്ടൻറ്റും ആണ്. Every organization should try to improve the soft skills of the employees. അതിന് വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് അതൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എപ്പോഴും ശ്രമിക്കണം. The general benefits of employees developing their soft skill to business. First one, increased productivity. അതായത് ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ സോഫ്റ്റ് സ്കില്ല് അവരെ ഹെൽപ്പ് ചെയ്യും. അത് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇംപ്രൂവ്ഡ് ടീം വർക്ക്. നല്ല രീതിയിലുള്ള സോഫ്റ്റ് സ്കിൽസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ബോണ്ടിങ്സ്, എംപ്ലോയീസ് തമ്മിലുള്ള ബോണ്ടിങ്സ് ഡെവലപ്പ് ചെയ്യാനും അത് ക്വാളിറ്റി ഓഫ് വർക്ക്സ് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇംപ്രൂവ്ഡ് ടീം വർക്ക്സിൽ പറയുന്നത്. Next point, improved retention rates. People want to work at a company that invest in employees' career development. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള സോഫ്റ്റ് സ്കിൽസിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ കമ്പനികളിൽ ജോലി ചെയ്യാൻ എംപ്ലോയീസിന് ഇഷ്ടമാണ്. അത് ഇംപ്രൂവ്ഡ് റിട്ടൻഷൻ റേറ്റ്സ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, ഇംപ്രൂവ്ഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മൾ എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ എംപ്ലോയീസിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇംപ്രൂവ്സ് ലീഡർഷിപ്സ്. സോഫ്റ്റ് സ്കിൽസ് ഹെൽപ്പ് പ്രിപ്പയർ എംപ്ലോയീസ് ഫോർ ലീഡർഷിപ്പ് പൊസിഷൻ ബിക്കോസ് സ്പെസിഫിക് സ്കിൽസ് ആർ നീഡഡ് സച്ച് ആസ് ആക്റ്റീവ് ലിസണിങ്, എമ്പതി, എക്സെട്ര. നെക്സ്റ്റ് പോയിൻറ്റ്, അട്രാക്ട് ന്യൂ ക്ലയൻറ്റ്സ്. If your clients are happy with your company's service, they will recommend you to other clients. This provides you company with new business opportunities. നല്ല ഒരു ഇൻട്രാക്ഷൻസ് ക്ലയൻസുമായിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ.
among the different types of soft skills, the communication skill is very important. There are different types of communication skills: oral communication, verbal communication, non-verbal communication, written communication, and visual communications. Okay, let's just discuss more about the verbal communication. Verbal communication means communication by using words. It may be written or spoken. Sometimes verbal communication is used to denote only spoken communication, but it also included written communication. Communication not only means generating or presenting information, but it also includes receiving informations. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇൻഫോർമേഷൻസ് പ്രസന്റ് ചെയ്യാൻ മാത്രമല്ല, ഒരു നല്ല കമ്മ്യൂണിക്കേഷന് ലിസണിങ് സ്കില്ലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഒരു ലിസണർ ആയിരിക്കണം നമ്മൾ. ഇൻഫോർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന ആള് നല്ല ഒരു ലിസണറും കൂടിയായിരിക്കണം എന്നാണ് പറയുന്നത്. Communication doesn't only means presenting or generating information. It also means receiving it. Active listening is an important skill. When we communicate, we have to spend more energy to the listening. നമ്മൾ ലിസണിങ്ങിനാണ് കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലാതെ സ്പീക്കിങ്ങിനല്ല. എഫക്റ്റീവ് ആയിട്ടുള്ള ലിസണിങ് ആണ് വെർബൽ കമ്മ്യൂണിക്കേഷന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം. വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വേണ്ട ഒരു കാര്യം ലിസണിങ് സ്കില്ലാണ്. നെക്സ്റ്റ്, ദർ ആർ നമ്പർ ഓഫ് വേസ് ടു എൻഷുർ ദാറ്റ് യു ലിസൺ മോർ എഫക്റ്റീവ്ലി. ആ മെത്തേഡ്സ് ആണ് എങ്ങനെയൊക്കെയാണ് നമുക്കൊരു ഗുഡ് ലിസണർ ആവാൻ പറ്റും, അതിനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. ഒന്ന്, ബി പ്രിപ്പയർ ടു ലിസൺ. നമ്മൾ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ്, കീപ് ആൻ ഓപ്പൺ മൈൻഡ് ആൻഡ് അവോയ്ഡ് മേക്കിംഗ് ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദ സ്പീക്കർ. നല്ല ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ സ്പീക്കറെ ഹിയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഫാക്ടർ. മൂന്നാമത് പറയുന്നത് കോൺസെൻട്രേറ്റ് ഓൺ ദ മെയിൻ ഡയറക്ഷൻസ് ഓഫ് സ്പീക്കേഴ്സ് മെസ്സേജ്. അതായത് സ്പീക്കേഴ്സ് എന്താ ഉദ്ദേശിക്കുന്നത്, വേർഡ് ബൈ വേർഡ് മീനിങ് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സ്പീക്കറുടെ മെയിൻ ഐഡിയാസ്, മെസ്സേജസ്, അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് പരമാവധി അവോയ്ഡ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ അതൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ബി ഒബ്ജക്റ്റീവ്. ഡോണ്ട് ട്രൈ ടു തിങ്ക് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈൽ എ പേഴ്സൺ ഈസ് ഗിവിങ് ഇൻഫോർമേഷൻ. നമ്മൾ ലിസണർ ആവുന്ന സമയത്ത് നമ്മൾ സ്പീക്കറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലാതെ ആ സമയത്ത് നമ്മൾ ലിസൺ ചെയ്യുന്ന സമയത്ത് അയാളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യനിലല്ല നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒന്നോ രണ്ടോ പോയിന്റിൽ ചുരുങ്ങാതെ നമുക്ക് സ്പീക്കർ തന്ന ഓവറോൾ പിക്ചർ അതാണ് നമ്മൾ റിസീവ് ചെയ്യേണ്ടത്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഡു നോട്ട് സ്റ്റീരിയോടൈപ്പ് ദ സ്പീക്കർ. ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സാണ് നമ്മൾ ഒരു നല്ല ലിസണർ ആവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പോണേ ഉള്ളൂ, വേരിയസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ആക്ടിവിറ്റീസിലെ വേരിയസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്ലിയർ. The primary character of any spoken or written form of transmission of information should be the state the message clearly. അതായത് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ക്ലിയർ ആയിരിക്കണം. അതായത് നമുക്ക് പല രീതിയിൽ ഇൻഫോർമേഷൻസ് ക്ലിയർ ആയിട്ട് കൊടുക്കാം. ഒന്ന്, ഷോർട്ട് ആൻഡ് സിമ്പിൾ ആക്കുക ഇൻഫോർമേഷൻസ്. നമ്മൾ ആരാണ് ലിസൺ ചെയ്യുന്നത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മുടെ ഇൻഫോർമേഷൻസ് എപ്പോഴും ഷോർട്ട് ആൻഡ് സിമ്പിൾ ആക്കാൻ വേണ്ടി നോക്കുക. ആൻഡ് ആൾസോ പ്രിഫർ ദ ആക്റ്റീവ് വോയിസ് ഓവർ ദ പാസീവ് വോയിസ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ലിസണേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് പറയുന്നത് കൺസൈസ് ആണ്. അതായത് നമ്മളെപ്പോഴും ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ലോങ് ആൻഡ് ലെങ്തി ഇൻഫോർമേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ടൈം ഈസ് ആൻ എസെൻഷ്യൽ പാരാമീറ്റർ ഇൻ കമ്മ്യൂണിക്കേഷൻ. ദെൻ പ്രസൻറ്റ് ദ മെസ്സേജ് ഇൻ എ ക്ലിയർ ആൻഡ് നീറ്റ് മാനർ വിച്ച് ഈസ് നോട്ട് വെരി ലോങ്. ലോങ് ആൻഡ് ലെങ്തി ഇൻഫോർമേഷൻസ് എപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യുക. എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ബ്രീഫായിരിക്കണം. ബ്രീഫായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഹിയർ ചെയ്യാനാണ് എല്ലാവർക്കും
ഇഷ്ടം. അപ്പോൾ ലെങ്തി ആയിട്ടുള്ള മെസ്സേജുകൾ, ഒരുപാട് നേരത്തെ മെസ്സേജുകൾ അത് കേൾക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻഫോർമേഷൻസ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ബ്രീഫായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. നെക്സ്റ്റ് വൺ കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഒന്ന് ക്ലിയർ ആണ്. രണ്ടാമത് കൺസൈസ് പറഞ്ഞു. നെക്സ്റ്റ് കോൺക്രീറ്റ്. മെസ്സേജ് ഓർ ഇൻഫോർമേഷൻ പ്രസൻറ്റ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വെൽ റൂട്ടഡ്. നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് അത് സപ്പോർട്ട് ചെയ്യാൻ, ആ ആർഗ്യുമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാക്കപ്സ് ഉണ്ടായിരിക്കണം. അതായത് ആർഗ്യുമെൻറ്റ്സിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള എവിഡൻസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ആ മെസ്സേജുകൾ ലിസണേഴ്സ് വിശ്വസിക്കണം എന്നുള്ളൂ. എ ടാഞ്ചിബിൾ ആർഗ്യുമെൻറ്റ് ഈസ് ആൾവേസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് കോൺക്രീറ്റിൽ പറയുന്നത്. അടുത്ത പോയിൻ്റാണ് കോൺഹറൻറ്റ്. അതായത് കോൺഹറൻറ്റ് മീൻസ് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഗോസ് വെൻ ആൻഡ് വാട്ട് കംസ് വെൻ. അങ്ങനെ ഒരു എന്ത് നമ്മൾ പറയുകയാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ എവിടേക്കാണ് പറയേണ്ടത് അതിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ നമ്മളൊരു സ്റ്റോറിയാണ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റാർട്ട് ഫ്രം ദ മിഡിൽ പാർട്ട് ഓർ വാട്ട് ഇഫ് യു സ്റ്റേറ്റ് ദ എൻഡ് ഓഫ് ദ ബിഗിനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഹോൾ പോയിൻ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റി നല്ലൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ കോഹറൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോർട്ടസ്. കോർട്ടസ് മീൻസ് നമ്മൾ ഒരു റൂഡ് പ്രസൻറ്ററെ എപ്പോഴും ഒരു ഓഡിയൻസും എന്ത് ചെയ്യില്ല, ഹിയർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വി നോ ദാറ്റ് ഓൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഹാവ് സം ഡിഗ്രി ഓഫ് ഫോർമൽ ഫ്ലേവർ. അതായത് പ്രസൻറ്റർ അയാളുടെ ബെസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ, അതുപോലെ തന്നെ ഏറ്റവും സത്യസന്ധതയോട് കൂടിയിട്ട് ഏറ്റവും റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള മാനറിലായിരിക്കണം ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ബിസിനസ് ഇൻഫോർമേഷൻ ആവുന്ന സമയത്ത് മെസ്സേജ് എപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന സമയത്ത് സപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധയോട് കൂടിയിട്ടും കൈൻഡ്നെസ്സോട് കൂടിയിട്ടും പൊളൈറ്റോട് കൂടിയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കുക. നമ്മൾ മെസ്സേജ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് തമാശയ്ക്കാണെങ്കിൽ കൂടി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർക്ക് അവരെ ഹനിക്കുന്ന രീതിയിലുള്ള, അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ആഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ എപ്പോഴും കെയർഫുള്ളായിരിക്കുക. യു ആർ നോട്ട് ബീയിങ് ഇൻകൺസിഡറേറ്റ് ഓർ ക്രൂവൽ ടു എനി വൺ. അങ്ങനെയായിരിക്കണം നമ്മളെപ്പോഴും മെസ്സേജുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് മെസ്സേജ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് നമുക്കൊന്നും കൂടി പറയാം. ഒന്ന് ക്ലിയർ മീൻസ് എന്താ, നമ്മൾ മെസ്സേജ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്ടായിരിക്കണം എന്ന്, ഷോർട്ടാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്ലിയറും ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ കോൺക്രീറ്റ് പറഞ്ഞു. കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് വെൽ റൂട്ടഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ കോഹറൻറ്റ് മീൻസ് നമുക്ക് ആ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ പറയണം, എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുന്നതിനെ പറ്റിയിട്ട് നല്ലൊരു പിക്ചർ. പിന്നെ കോർട്ടസ് മീൻസ് നമ്മൾ ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. ഒരു തമാശയ്ക്കാണെങ്കിൽ കൂടി ഒരാളെ മോശമാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ അത് ഒരിക്കലും നൽകാതിരിക്കുക ബാക്കിയുള്ളവർക്ക്. ഒഫെൻസീവായിട്ടുള്ള വേർഡ്സ് നമുക്ക് ഒരിക്കലും നമ്മൾ സ്പീക്കിങ്ങിൽ ഉപയോഗിക്കാതിരിക്കുക. യു ഷുഡ് ടേക്ക് ആംബിൾ കെയർ നോട്ട് ടു ഹാവ് എനി ബാഡ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഓഡിയൻസിന് ഒരു ബാഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് കൊണ്ടുപോകാൻ പറ്റുക. ഓക്കെ, താങ്ക് യു.